everyone, welcome back to my channel. അപ്പം നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെയാണ് ക്രിസ്മസ്. ഇന്ന് 24-ാം തീയതി. അപ്പോൾ ഞാനും അമ്മയും കൂടെ കുറച്ച് സാധനങ്ങൾ കുക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനുള്ള ഗ്രോസറി ഷോപ്പിങ്ങിന് പോവാണ് അമ്മേനെയും കൊണ്ട്. അപ്പോൾ അമ്മ ഇവിടെ ആദ്യമായിട്ടാണല്ലോ ഓസ്ട്രേലിയയിൽ. അപ്പോൾ ഇവിടെ ഗ്രോസറി ഷോപ്പിങ്ങിന് ഇപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട്. എന്നാലും ക്രിസ്മസിനായിട്ടുള്ളൊരു ഷോപ്പിങ്ങിന് ഞങ്ങൾ രണ്ടും കൂടെ പോകും. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് നമ്മൾ കുക്ക് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് കാണിക്കാം. അപ്പോൾ ശരി, അപ്പോൾ നിങ്ങളും കൂടെ വാ. അപ്പം നമ്മളിത് തക്കാളി എടുക്കുക. അപ്പം ഇങ്ങനെ ലൂസായിട്ടാണ് നമ്മളിവിടെ തക്കാളി എടുക്കുന്നത്. ഇവിടെ അല്ലാണ്ട് പാക്കറ്റായിട്ടുള്ളതും ഉണ്ട്. അപ്പോൾ നമ്മൾ ലൂസായിട്ടുള്ള തക്കാളി എടുക്കുന്നത്. മതിയോ? ബീൻസ് വേണ്ടേ? ബീൻസ് എടുക്കാം. ബീൻസ് ഒന്നെങ്കിൽ ലൂസ് എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് വേണ്ട. കോരമുട്ടുള്ള കുട്ടി എടുക്കണോ? വേണമെങ്കിൽ എടുത്തു. ഇനി നമുക്ക് മഷ്റൂം എടുക്കാം. മഷ്റൂം നമ്മൾ മഷ്റൂം എടുത്തു. സവോള, ഇത് നമ്മുടെ ടൈപ്പ് സവോള. ഇതിന് $4.90 ആണ്. In our big promo table customers, we currently have all of our Christmas cookies going out for just $4 a pack. We have our Woolworths DIY gingerbread house mix down to $10. We also have a rack full of bakery goodies. We have a whole heap of bread. We've got croissants, mud cakes, bagels. We have. ഇത് മൊത്തം ടൊമാറ്റോയുടെ സെക്ഷൻ കേട്ടോ. ഇത് പല ടൊമാറ്റോ ആണ്. ഇത് ടൊമാറ്റോ ഡ്രസ് എന്ന് പറഞ്ഞതാണ്. $6.90. ഇത് ടൊമാറ്റോ ഡ്രസ്. ഇത് ബേബി കുക്കുംബേഴ്സ്. ഇത് ബേബി ക്യാരറ്റ്സ്. ഇത് ബേബി കുക്കുംബർ, ലെബനീസ് കുക്കുംബർ. ഇത് ബീട്രൂട്ട്. ഇതാ ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ പീൽ ചെയ്ത് വന്നിരുന്ന ചെറിയ ബീട്രൂട്ട് കേട്ടോ. ഇതാണ് ബീട്രൂട്ട് ഫ്രഷ്. ഇതൊരു $2.50. പിന്നെ പല ഇത് റോമ ടൊമാറ്റോസ്. പിന്നെ ഇതെന്താ സൊലനേറ്റോ ടൊമാറ്റോ. ഇത് ചെറി ടൊമാറ്റോ. ഇത് കോക്ടെയിൽ ട്രസ് ടൊമാറ്റോ. ഇത് മിനി റോമ ടൊമാറ്റോ. ഇത് ഗ്രേപ്പ് ടൊമാറ്റോ. ഇത് പാക്കറ്റഡ് ആയിട്ടുള്ള ട്രസ് ടൊമാറ്റോ. അങ്ങനെ അത്രയും വെറൈറ്റി ടൊമാറ്റോ ഉണ്ട് ഈ ഒരു അയില് മാത്രം. ഇത് ചീസിൻ്റെ സെക്ഷൻ ആട്ടോ. ഇത്രയും ചീസസ് ഉണ്ട് ഇവിടെ. പല ഇത് പിന്നെ ഒലിവ്സ് ചീസിൻ്റെ കൂടെ കഴിക്കുന്നതാണ് ഇതൊക്കെ. ഇത് ഇത്രയും ഡിഫറെൻറ്റ് ചീസാണ് അത്. ഇത് മറ്റേ പോർക്കാണ്. അപ്പോൾ ഈ ഒരു സെക്ഷൻ ഫുള്ള് ഹാമാണ്. ഇപ്പോൾ ഇവിടെ ഭയങ്കര ക്രിസ്മസിൻ്റെ ഷോപ്പിംഗ് കൂടുതലായതുകൊണ്ട് ഒത്തിരി തിരക്കുള്ള സമയമുണ്ട്. ഷെൽഫെല്ലാം എംപ്റ്റി ആയിക്കൊണ്ടിരിക്കുക. ഇനി അവർ റീസ്റ്റോക്ക് ചെയ്യും. ഇതെല്ലാം ഹാമാണേ. ഇതുണ്ടോ, ഹാഫ് ലെഗ് ഹാം. ഇതിനകത്ത് ബോണുണ്ട്, പിന്നെ ബോണില്ലാത്ത വേറെ ഉണ്ട്. പിന്നെ ഈ ഭാഗത്ത് സോസേജ്, ഇവിടെയൊക്കെ സോസേജസ് ഉണ്ട്. ഇത് പിന്നെ മാരിനേറ്റഡ് ചിക്കൻ കബാബ്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ. പിന്നെ ചിക്കൻ്റെ സെക്ഷൻ അപ്പുറത്ത് വേറെ ഉണ്ട്. പിന്നെ ഈ ഒരു സെക്ഷൻ ഫുള്ള് പൊട്ടറ്റോവും സ്വീറ്റ് പൊട്ടറ്റോ ഒക്കെ. ഇതെല്ലാം ബീഫിൻ്റെ സെക്ഷനാണ്. ഇത് ബീഫ് സ്റ്റേക്കാണ് ഇതെല്ലാം.
ഇത് ബോണുള്ള പീസസ്. ഇത് ലാമ്പ്, ഇവിടെയൊക്കെ ലാമ്പാണ്. ലാമ്പിൻ്റെ ലാമ്പ് ചോപ്സ്. ഈ സെക്ഷൻ മൊത്തം ചിക്കൻ ആണ്. ഇത് പോർക്കാണ്. ഇതെല്ലാം പോർക്കിൻ്റെ പോർക്ക് ചോപ്സും അങ്ങനത്തെ സാധനങ്ങളൊക്കെ. പിന്നെ അങ്ങോട്ടുള്ളതെല്ലാം ചിക്കൻ്റെ ഇത് ഫ്രീ റേഞ്ച് ചിക്കൻ ആണ്. ഇത് ചിക്കൻ ബ്രസ്റ്റ്, ഇത് തൈ ഫില്ലയാണിത്. പിന്നെ ഇത് ഡ്രം സ്റ്റിക്സ്, പിന്നെ വിങ്സ് ഉണ്ട്. അങ്ങനത്തെ എല്ലാ ഓരോരോ പാർട്സ്. ചിക്കൻ ഫില്ലേ സ്മോൾ ട്രേ. ഇത് ഡൈസ്ഡ് ബ്രസ്റ്റ്, കുറച്ചും കൂടി ഡൈസ് ചെയ്തിട്ടുള്ളതാണ്. ഇത് ഡ്രം സ്റ്റിക്ക് മാത്രമായിട്ടൊരു വലിയ ട്രേ. പിന്നെ അങ്ങനെ അങ്ങോട്ടോട്ട് ഓരോരോ പാർട്ടായിട്ട് കിട്ടും. പിന്നെ ഹോൾ ചിക്കൻ വേണമെങ്കിൽ ഇതേ ഹോൾ ചിക്കൻ, ഇത് ടെൻഡർലിയൻ. അമ്മ പറയാം ഇത് നൂഡിൽസ് ആണ്. ഇത് ഞാൻ റെക്കോർഡ് ചെയ്തില്ല, അത് ഇങ്ങോട്ട് പറയാം. പക്ഷെ ഇത് പോർക്ക് ആൻഡ് ബീഫിന്റെ മിൻസ്. ഇത് പെട്ടെന്ന് കുക്കാവും. നമ്മൾ ചിലപ്പോൾ ഇടയ്ക്ക് മേടിക്കാറുണ്ട്. ഇത് ചിക്കൻ്റെ മിൻസ്, ഇത് ടർക്കി മിൻസ്. നമ്മൾ ഈ ഒരു ബീഫ് എടുത്തു. ഇതിന് മുറിച്ച് നമുക്ക് നമ്മുടെ രീതിയിലാക്കണം. ഇത് ബീഫ് ബോളാർ ബ്ലേഡ് റോസ്റ്റ് ആണ്. ആ റോസ്റ്റിനുള്ളതാണ്. പക്ഷെ നമ്മൾ കട്ട് ചെയ്ത് നമ്മുടെ രീതിക്ക് ബിരിയാണിക്കോ കറിക്കോ ആക്കണം. ഇങ്ങനെയാണ് ഇവിടെ സ്റ്റേക്ക് കിട്ടുന്നത്. കണ്ടോ, റം സ്റ്റേക്ക്. ഇത് $9. ഇത് സ്കോച്ച് ഫില്ലറ്റ് സ്റ്റേക്ക്. അങ്ങനെ ഡിഫറെൻറ്റ് സ്റ്റേക്ക് ഉണ്ട്. ഇത് പോട്ട് ഹെഡ് സ്റ്റേക്ക്. അങ്ങനെ ഒത്തിരി വെറൈറ്റി ഉണ്ട്. ഇത് ഡൈസ്ഡ് ബീഫ്. ഇത് ടീബോൺ സ്റ്റേക്ക്. ഇത് ടീബോൺ ആണ്. അങ്ങനെ പിന്നെ ഇപ്പം നമ്മൾ എടുത്ത പോലെ ഇങ്ങനെ ചങ്ക് പീസസ് ആയിട്ടും കിട്ടും. പിന്നെ ഇവിടെ കണ്ടോ, ഹലാൽ മീറ്റ്സ് ഈ സെക്ഷനിലുണ്ട്. ഇതെല്ലാം ഹലാലാണ്. ഇതിങ്ങനെ മറ്റേ പാക്ഡ് ഫുഡാണ്. നമുക്ക് ജസ്റ്റ് എടുത്തിട്ട് ഇത് ചെയ്താൽ മതി, മൈക്രോവേവ് ചെയ്താൽ മതി. പാക്ഡ് ഫുഡ് അത്. ഇതിപ്പോൾ ചിക്കനും റൈസും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ഇത് പെസ്തോ ചിക്കൻ, അങ്ങനെ. ഇത് മസിൽ ഷെഫ് അല്ലല്ല, ഇതെല്ലാം ഹൈ പ്രോട്ടീൻസ് ആണ് ചിക്കൻ. അപ്പോൾ ഈ ജിമ്മിൽ പോകുന്നവരൊക്കെ, സമയമില്ലാത്തവരൊക്കെ പെട്ടെന്ന് ഒരെണ്ണം എടുത്ത് മൈക്രോവേവ് ചെയ്ത് പെട്ടെന്ന് കഴിക്കാവുന്ന മീൽസ് അത്. ഇവിടെ കുറച്ച് മീറ്റ്സ് ഉണ്ട്. ക്രീം. ഇത് നേരത്തെ പറഞ്ഞ പോലെ റെഡി ടു ഈറ്റ് മീൽസ്. ഇതൊക്കെ ഇങ്ങനെ മൈക്രോവേവ് ചെയ്താൽ മതി. ഇത് കണ്ടോ, ഇത് ബീഫ് ലസാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇറ്റാലിയൻ സംഭവമാണ്. അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് മൈക്രോവേവ് ചെയ്താൽ മതി. ഇപ്പോൾ ഇതിനകത്ത് എഴുതിയിട്ടുണ്ടാവും, ഇൻസ്ട്രക്ഷൻസ് എഴുതിയിട്ടുണ്ടാവും. ഇതെല്ലാം റെഡി ടു ഈറ്റാ. ഇത് മെക്സിക്കൻ ചിക്കൻ ടോർട്ടിയ, പല ഇന്റർനാഷണൽ ഫുഡിന്റെ സാധനങ്ങൾ. ഇത് എഗ്ഗിന്റെ സെക്ഷൻ. അപ്പം നമുക്ക് കുറച്ച് എഗ്ഗ് എടുക്കണം. നമുക്ക് അതെടുക്കാം. എഗ്ഗ് എടുക്കാം. അപ്പോൾ എഗ്ഗ് ഒരു ട്രേ എടുക്കാം. പൊട്ടിയിട്ടുണ്ടോ നോക്കട്ടെ. എടുക്കണം. പൊട്ടിയിട്ടുണ്ടോ നോക്കി. ഇത് പൊട്ടിയിട്ടുണ്ട്. ഇത് എടുക്കണ്ട. ഇതൊരെണ്ണം പൊട്ടിയിട്ടുണ്ട് ഇവിടെ. അത് ഓക്കെ, കുഴപ്പമില്ല, അതെടുത്തോ. ഇതെല്ലാം ഇവിടെ ക്രീം, പിന്നെ യോഗട്ട്സ്, ഡിപ്സ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടുന്ന സെക്ഷനാണ് ഇത്. നമുക്കൊരു യോഗട്ട് എടുക്കണം. ആ ടിന്നെടുത്തോ. ഇത് ഒരു ഗ്രീക്ക് യോഗട്ട് എടുത്തു. ഇവിടുന്ന് നമ്മളന്ന് ജ്യൂസ് എടുത്ത്. ഇവിടെ ഇങ്ങനത്തെ പല ജ്യൂസ് ഉണ്ട്. മറ്റേ ഷുഗർ ആഡ് ചെയ്യാത്ത ജ്യൂസ് ഉണ്ട്. ഈ ഭാഗത്തൊക്കെ പ്രോട്ടീൻ ഷേക്സ് ആണ്. ഇത് പ്രോട്ടീൻ ഷേക്ക്. ഇതെടുക്കണം. ബട്ടർ എടുക്കണം. ബട്ടർ ആ ഭാഗത്താണ്. ഇത് മൊത്തം ബട്ടറിന്റെ സെക്ഷനാണ്. നമുക്ക് അൺസോൾട്ടഡ് മതി. നമ്മൾ യൂഷ്വലി എടുക്കുന്ന മറ്റേ ബ്രെഡിനൊക്കെ തേക്കുന്നത് ഈ ബട്ടറാണ്. നമുക്കിപ്പോൾ കേക്കിന് ഒരു ബട്ടർ വേണം. അപ്പോൾ അതിന് ചെറുത് ഒരെണ്ണം അൺസോൾട്ടഡ് ഇതെടുക്കാം.
ഇവിടെ ഇങ്ങനത്തെ സാധാ ബട്ടറും ഉണ്ട്. പിന്നെ ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ കൊളസ്ട്രോൾ റെഡ്യൂസ്ഡ് ബട്ടറാണ് ഇതൊക്കെ. ഇതൊക്കെ കൊളസ്ട്രോൾ റെഡ്യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ എത്ര കൊളസ്ട്രോൾ ഇല്ലാത്ത ബട്ടറാണ്. പിന്നെ ഒലിവ് ഓയിൽ സ്പ്രെഡ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഈ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് ബിസ്ക്കറ്റും ഇങ്ങനത്തെ ചോക്ലേറ്റ്സും ഒക്കെയാണ്. ബിസ്ക്കറ്റ് ഫ്രണ്ടിൽ, ഇത് മൊത്തം ചോക്ലേറ്റ്സ്. ഈ സെക്ഷൻ ഫുള്ള് ചോക്ലേറ്റ്സ്, അങ്ങേയറ്റം തൊട്ട് ഇങ്ങേയറ്റം വരെ ഫുൾ ചോക്ലേറ്റ്സ്. ഇതെല്ലാം ബിസ്ക്കറ്റ്സിൻ്റെ സെക്ഷൻ. ഈ അർണോട്ട്സ് എന്ന് പറയുന്നത് ഓസ്ട്രേലിയയിലെ ഒരു ബ്രാൻഡാണ്. ഞാൻ നാട്ടിൽ ഒരു മടക്കി കൊണ്ടുവരാറില്ലേ അർണോട്ട്സ് ബിസ്ക്കറ്റ്സ്. ഭയങ്കര നല്ല രസമുള്ള. നമുക്കിപ്പോൾ എടുക്കേണ്ടത് ഡിസ്കോഫാണ്. ഡിസ്കോഫ് ബിസ്ക്കറ്റ്. ഇത് ഷോർട്ട് ബ്രെഡ്, ഒരു ഇംഗ്ലീഷ് ടൈപ്പ് ഇത് ബിസ്ക്കറ്റിന് ഷോർട്ട് ബ്രെഡ് എന്നാണ് പറയുന്നത്. ഇത് ജിഞ്ചറാണോ? അല്ല, സാധാരണ ഷോർട്ട് ബ്രെഡ്. ജിഞ്ചർ നട്ട്. അത് ജിഞ്ചർ നട്ട്. അതല്ല, വേറൊന്നുണ്ട്, ജിഞ്ചർ ഷോർട്ട് ബ്രെഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ക്രിസ്മസിൻ്റെ ഒരു സമയം കിട്ടിയില്ല. പൊട്ടെ. ഇവിടെ നിന്നാണ്. ഇത് ഇൻ്റർനാഷണൽ ഐലാണ്. ഇപ്പോൾ ഇവിടെ സൗത്ത് ഏഷ്യൻ ഉണ്ട്, വേൾഡ് ഫുഡ് എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ ഉണ്ട്, റൈസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ. ഓസ്ട്രേലിയൻ അല്ലാത്ത ഏഷ്യൻസും അങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടുന്ന ഒരു ഐലായത്. ഇവിടെ കണ്ട റൈസ് ഇങ്ങനെ വരെ കിട്ടും, ബസ്മതി. ഇത് ജസ്റ്റ് മൈക്രോവേവ് ചെയ്താൽ മതി. പക്ഷെ നമ്മളിങ്ങനെ മേടിക്കാറില്ല, പക്ഷെ ഇവിടെ അതും അവൈലബിൾ ആണ് കാണിച്ചു തന്നത്. പിന്നെ ഇവിടെ പാസ്ത അങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഇൻ്റർനാഷണൽ ഫുഡൊക്കെ ഇവിടെ കിട്ടും. നമ്മൾ ഇവിടെ നിന്നാണ് കോക്കനട്ട് മിൽക്ക് എടുക്കാറ്. ഇതാണ് നമ്മളെടുക്കുന്ന കോക്കനട്ട് മിൽക്ക്. ഇതൊരു 2 ടിൻ എടുക്കണം. അപ്പോൾ ഈ സെക്ഷനിലാണ് ഇപ്പോൾ വേൾഡ് ഫുഡ് പോലെ ഇവിടെ നമ്മുടെ ഇങ്ങനത്തെ ഈ സോയ് സോസ്, ഇങ്ങനത്തെ ഏഷ്യൻ ഫുഡ് ഉണ്ടല്ലോ, പിന്നെ ഡംപ്ലിംഗ് സോസ്, പിന്നെ അങ്ങനത്തെ ഓയിസ്റ്റർ സോസ്, അതൊക്കെ കിട്ടുന്നത് ഇവിടെ നിന്നാണ്. ഈ ഭാഗത്ത് മൊത്തം പാസ്ത സാധനങ്ങൾ. അല്ല, ഇത് മറ്റേ ക്യാൻഡ് വെജിറ്റബിൾസും ക്യാൻഡ് ഫിഷും അങ്ങനത്തെ സാധനമൊക്കെ കിട്ടും. ഇനി നമുക്ക് ബേക്കിംഗ് സെക്ഷനിലോട്ട് പോകും. ഇതാണ് ബേക്കിംഗ് സെക്ഷൻ. ഇവിടെ ഡിഫറെൻറ്റ് ഫ്ലവർ കിട്ടും. ഞാൻ യൂഷ്വലി ഇതാണ് എടുക്കാറ്. അപ്പോൾ ഇതെടുക്കണം. ഇത് മറ്റേ കേക്കിനെ സെൽഫ് റൈസിങ് ഫ്ലവർ. അപ്പോൾ ഇതിനകത്ത് ഇതൊന്നും ഇടണ്ട, ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറൊന്നും ഇടണ്ട. ഇതാണ് ഷുഗർ തന്നെ പല ഇത് കണ്ടോ. ഇത് കോക്കനട്ട് ഷുഗർ. അതവിടെ വെച്ചോ, കുഴപ്പമില്ല. സൈഡിലോട്ടാക്കി, ഇങ്ങോട്ട് സൈഡിലോട്ടാക്കി വെച്ചാൽ മതി. ഇങ്ങോട്ട് സൈഡിലോട്ട് വെച്ചാൽ. ഇതുണ്ട് കോക്കനട്ട് ഷുഗർ. ഇത് കോഫി ഷുഗർ ക്രിസ്റ്റൽ. ഇത് ലോ GI ഷുഗർ. ഇത് മറ്റേ കേക്കിനുണ്ടാക്കുന്ന ഐസിങ്ങിൻ്റെ. ഇത് റോ കാസ്റ്റർ. വാങ്ങണോ? വേണ്ട, അത് വേണ്ട. ഇത് റോ കാസ്റ്റർ ഷുഗർ. ഞാൻ സാധാരണ നമ്മൾ പഞ്ചസാര പൊടിച്ചിട്ടങ്ങ് കഴിക്കും. പിന്നെ ഇത് ഡാർക്ക് ബ്രൗൺ ഷുഗർ ഉണ്ട്. ഡാർക്ക് ബ്രൗൺ ഷുഗർ. ഇത് പ്യുവർ ഐസിങ് ഷുഗർ. അതിൻ്റെ പല ക്വാണ്ടിറ്റിയിൽ. ഇത് ചെറുത്, ഇത് വലുത്. ഇത് മറ്റേ ഇത് സ്റ്റീവിയ. പിന്നെ ഇവിടെ വേറെ സാധനം ഉണ്ട്. ഇത് മറ്റേ ഇതൊക്കെ ഷുഗർ റീപ്ലേസ്മെൻറ്റാണ്. അതിനകത്ത് ഏറ്റവും ഹെൽത്തിയസ്റ്റ്, വേൾഡിലെ ഏറ്റവും ഹെൽത്തിയസ്റ്റ് ആയിട്ടുള്ള ഷുഗറാണ് മോങ് ഫ്രൂട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന ഈ റോ ഷുഗർ. ഭയങ്കര നല്ലതാണ്, ഭയങ്കര ഹെൽത്തിയാണ്. അപ്പോൾ അത് മോങ് ഫ്രൂട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന ഷുഗറാണ്. ഇത് സ്റ്റീവിയ. അങ്ങനെ പല സാധനങ്ങൾ. അതായത് മോങ് ഫ്രൂട്ടിൻ്റെ സ്വീറ്റ്നർ വിത്ത് എറിത്രിറ്റോൾ. ഇത് വൈറ്റ് എറിത്രിറ്റോൾ. പിള്ളേർ മറ്റേ ലഞ്ച് ബോക്സ് പിള്ളേരുടെ. പിന്നെ ഇങ്ങനത്തെ സ്റ്റോറേജ് ബോക്സസ്.
നട്ട്സ് ഒക്കെ ഇവിടെ. നമുക്ക് ക്യാഷ് മേടിക്കാം, ക്യാഷ് നമുക്ക് കോൾസിൽ നിന്ന് മേടിക്കാം. ഇതാ നമ്മുടെ മുളക് തന്നെ പൊടിച്ചതാണ്. പാപ്രിക്ക എന്ന് പറഞ്ഞൊരു മുളകാണ്. അതിൻ്റെ ഗാർലിക് പൗഡർ, ഓണിയൻ പൗഡർ. ഈ ഒരു സെക്ഷൻ ഫുള്ള് കോസ്മെറ്റിക്സും സാധനങ്ങളൊക്കെ ഉണ്ട്. വേണമെങ്കിൽ കയറാം. ഇവിടെ ഗാർഡൻ നീഡ്സ്, മാഗസീൻസ്, സോക്സ്, സ്റ്റേഷനറി ഐറ്റംസ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഇവിടെ. ഇതൊക്കെ സ്റ്റേഷനറി. ഇതെല്ലാം കോഫിയുടെ സെക്ഷനാണ്. ഇതെല്ലാം പെറ്റ് ഫുഡിന്റെ സെക്ഷൻ ഫുള്ള്. അതിനൊന്നും മേടിക്കണ്ട, അവൻ്റെ എല്ലാം മേടിച്ചിട്ടുണ്ട്. ഇതാണ് ഹാഷ് ബ്രൗൺസ് പൊട്ടറ്റോയുടെ സാധനമാണ്. ഇവിടെയാണ് നമ്മുടെ ഫ്രോസൺ വെജീസ്. ഇത് കണ്ടോ, ഇത് പീസ്. പിന്നെ ബ്രോക്കലി മാത്രമായിട്ട്, ബ്രോക്കലി ഉണ്ടെങ്കിൽ ബ്രോക്കലി വേണം, ഉണ്ടെങ്കിൽ ഇത് കോൺ മാത്രം. ഇതാണ് നമ്മുടെ ഇരിക്കുന്നത്, കോണും ക്യാരറ്റും പീസും കൂടെ ഉള്ളത്. പിന്നെ വലിയ വെജിറ്റബിൾസ് ഇങ്ങനത്തെ കോളിഫ്ലവറും ബ്രോക്കലിയും അതിന് ഇച്ചിരി കൂടെ വലുതായിട്ട് കട്ട് ചെയ്തത്. പിന്നെ പല 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 ഇതും ഒക്കെ എല്ലാം ഫ്രോസൺ സാധനങ്ങളാണ്. ഫ്രോസൺ ചിപ്സ്, ഇതൊക്കെ മറ്റേ ഫ്രഞ്ച് ഫ്രൈസ് എന്നുള്ള സാധനങ്ങൾ. ഈ സെക്ഷൻ ഇനി അങ്ങോട്ട് മൊത്തം ഫ്രോസൺ ഐറ്റംസാണ്. അതെ, നഗറ്റ്സ്. ഇവിടെ നിന്ന് നമുക്ക് ഒരു ഇങ്ങനത്തെ എന്തെങ്കിലും സാധനം എടുക്കാം. ഇതിങ്ങനെ ഫ്രോസൺ സ്നാക്ക്, അത് നല്ല രസമാണ്. ഈ ഒരു ബ്രാൻഡ് പുതിയതാണ്, പക്ഷെ നല്ല രസമാണ്. നമ്മൾ ഇടയ്ക്ക് ഒരു ഗസ്റ്റൊക്കെ വന്നപ്പോൾ നമ്മൾ മേടിച്ചായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇത്. മൊത്തം ടോയ്ലറ്റ് പേപ്പേഴ്സിൻ്റെ സെക്ഷൻ. ഇതെല്ലാം ടോയ്ലറ്റ് പേപ്പേഴ്സിൻ്റെ സെക്ഷനാണ്. അത് തന്നെ പല പല ക്വാളിറ്റിയിലാണ് ഉള്ളത്. ഇത് ലക്ഷറി സോഫ്റ്റ്, ഇത് ഭയങ്കര സോഫ്റ്റായിട്ടുള്ളത്. പിന്നെ പല വിലയുടെയും പല ലെങ്ത്തിൻ്റെയും പല തിക്നെസ്സിൻ്റെയൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ ക്വാണ്ടിറ്റി ബൾക്കായിട്ടുള്ളതും പിന്നെ 4 പീസിൻ്റെയും ഇതൊക്കെ ലൂസ് ആയിട്ടുള്ളത്. ഈ സെക്ഷൻ മൊത്തം പിസ്സാസാണ്. അപ്പോൾ ഫ്രോസൺ പിസ്സ. അപ്പോൾ നമ്മൾ എടുത്തിട്ട് ബേക്ക് ചെയ്താൽ മതി, അല്ലെങ്കിൽ മൈക്രോവേവ് പറ്റില്ല, അവനിൽ ബേക്ക് ചെയ്തെടുത്താൽ മതി. പല 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 ഫ്ലേവേഴ്സിൻ്റെ പിസ്സാസ് ഉണ്ട്. ഇവിടെ കുറച്ച് റോട്ടിയുണ്ട്, പക്ഷെ നമ്മൾ ഈ റോട്ടിയല്ല എടുക്കുക, നമ്മൾ വേറെ ബ്രാൻഡിൻ്റെ എടുക്കാറ്. അപ്പോൾ അതെടുക്കാൻ നമുക്ക് ഇന്ത്യൻ സ്റ്റോറിലോട്ടാണ് ഇനി നമ്മൾ അടുത്തത് പോകുന്നത്. ഇതാണ് പാലിൻ്റെ സെക്ഷൻ. ഇപ്പോൾ ഭയങ്കര തിരക്കായതുകൊണ്ട് മിക്ക ഷെൽഫും കാലിയായി. ഇനി ഇവർ റീഫിൽ ചെയ്യണം. അമ്മ ഇതൊരെണ്ണം എടുക്കുക. 3 ലിറ്ററിൻ്റെ 3 ലിറ്ററിൻ്റെ അതെടുത്തോ താഴത്തെ. ഇതൊക്കെ ഈ ഭാഗങ്ങളെല്ലാം ഫുൾ കാലിയായി. പിന്നെ പല പല ബ്രാൻഡിൻ്റെ ഉണ്ട്. ഇത് ചെറുത്, ഇത് 1 ലിറ്ററിൻ്റെ ഗോഡ് മിൽക്കൊക്കെ ഉണ്ട്. ആൽമണ്ട് മിൽക്ക്, അങ്ങനെയൊക്കെ. ആൽമണ്ട് മിൽക്ക് ഓട്ട് മിൽക്കൊക്കെ അപ്പുറത്ത് ലോങ് ലൈഫ് മിൽക്കിലും വരും. അപ്പോൾ നമ്മളിപ്പോൾ പാലെടുത്തു. ഇനിയിപ്പോൾ ബില്ല് ചെയ്ത് നമുക്ക് ഇന്ത്യൻ സ്റ്റോറിലോട്ട് പോകാം. ഫുള്ള് വെള്ളത്തിൻ്റെ സെക്ഷൻ, പല 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 ടൈപ്പ് വെള്ളം. പിന്നെ ഇത് മറ്റേ സോഫ്റ്റ് ഡ്രിങ്ക്സ്. ഇത് കണ്ടോ, ഇത് ഇവിടെ സ്പാർക്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുണ്ട്, സ്പാർക്ലിംഗ് വാട്ടർ. സ്പാർക്ലിംഗ് വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സോഡയാണ്. എനിക്ക് ആദ്യം വന്നപ്പോൾ അറിയത്തില്ലായിരുന്നു. ഞാൻ എവിടെയോ പോയപ്പോൾ ഞാൻ സ്പാർക്ലിംഗ്, എൻ്റെ പേര് കണ്ടപ്പോൾ രസം തോന്നിയിട്ട് സ്പാർക്ലിംഗ് വാട്ടർ മേടിച്ചു. നല്ല ദാഹിച്ചു. എനിക്ക് സോഡ അത്ര ഇഷ്ടമല്ല, ഒരു കുടിച്ചപ്പോൾ സോഡ. ഇതുണ്ട്, ഇത് ടോണിക് വാട്ടർ എന്ന് പറഞ്ഞിട്ട്, ഇതും വേറൊരു ടൈപ്പ് വാട്ടറാണ്. വെള്ളമല്ല, പക്ഷെ ഇച്ചിരി ഒരു ഫ്ലേവർ ഉള്ള സാധനമാണ്. ഇത് ജിഞ്ചർ ബിയർ, പക്ഷെ ആൽക്കഹോൾ ഇല്ല കേട്ടോ ഇതിനകത്ത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ബില്ല് ചെയ്യാണ്. ഇങ്ങനെ ബില്ല് ചെയ്ത് സ്കാൻ ചെയ്ത് ഇങ്ങോട്ട് വെക്കണം. എന്നിട്ട് അവസാനം പേ ചെയ്യണം. ഇത് സ്കാൻ ചെയ്യുമ്പോൾ അവിടെ കാശ് വരും.
ഇത് അണിയൻ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എന്നിട്ട് നമ്മൾ ഫ്രൂട്ട് ആൻഡ് വെജീസിൽ പോയി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ അണിയൻ വരും. അപ്പോൾ നമ്മൾ ഏത് അണിയൻ എടുത്തെന്ന് വെച്ചാൽ അത് ക്ലിക്ക് ചെയ്യുന്നു. ഇത് സ്കെയിലിൽ വെക്കണം. അപ്പോൾ അവർ എത്ര കിലോ ഉണ്ടെന്ന് പറയും. അപ്പോൾ ഇത് അത്ര കിലോയ്ക്ക് $4.99. അങ്ങനെ ബാക്കിയെല്ലാം സ്കാൻ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി തിരിച്ച് വീട്ടിൽ വന്നു. അപ്പോൾ തന്നെ നമ്മൾ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യും. നാളെയാണ് ക്രിസ്മസ്. അപ്പോൾ രാവിലത്തെ സ്റ്റൂവും പിന്നെ ഉച്ചയ്ക്ക് നമ്മൾ ബിരിയാണി ഉണ്ടാക്കാനാണ് പരിപാടി. അതിനുള്ള പരിപാടികളും എല്ലാം കുക്കിങ്ങൊക്കെ ഇന്ന് തന്നെ തീർത്ത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് എല്ലാവരും ഹെൽപ്പ് ചെയ്യലും കാര്യങ്ങളൊക്കെയാണ്. ഒരു പണിയെടുക്കാണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. നമ്മൾ ഉണ്ടാക്കുന്ന ബിരിയാണി ബീഫ് ബിരിയാണി കേട്ടോ. ബീഫ് ഞാൻ കട്ട് ചെയ്യായിരുന്നു. സ്റ്റൂവിനുള്ള സ്ഥലം ചിക്കൻ സ്റ്റൂ ആണ് ഉണ്ടാക്കുന്നത്. പിന്നെ ബിരിയാണി ഞാനാണ് ഉണ്ടാക്കിയത്, ബീഫ് ബിരിയാണി. അപ്പോൾ അതിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് അണ്ടിപ്പരിപ്പൊക്കെ വറുത്തിട്ടു. അതൊരു ദിവസം സെറ്റായി. ഇനി തലേ ദിവസത്തെ ബിരിയാണി അടുത്ത ദിവസം കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ നമ്മുടെ കൂടെ നമ്മുടെ ഒരു ഫ്രണ്ടും ഉണ്ട് ക്രിസ്മസ് ആഘോഷിക്കാനായിട്ട്. പുള്ളിക്കാരി വെജാണ്. അപ്പോൾ ഞാനൊരു ചെറുതായിട്ട് ഒരാൾക്കുള്ള പനീർ ബട്ടർ ഉണ്ടാക്കി. പിന്നെ നെയ്ച്ചോറും ഉണ്ടാക്കിയിട്ടുണ്ട്. രാവിലെ ഇവിടെ അപ്പവും സ്റ്റൂ. അങ്ങനെതാ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ അപ്പവും സ്റ്റൂവും കഴിക്കാൻ വേണ്ടി ഇരുന്നേ. നമ്മൾ ജയിച്ചാ എന്റെ കഴിഞ്ഞോണ്ട് ഇതാ കിട്ടിയപ്പോ കഴിഞ്ഞില്ലേ? കഴിഞ്ഞ് ഞങ്ങൾ ജയിച്ച്. എല്ലാം സെയിം. അങ്ങനെ ലഞ്ച് ടൈമായി. നമ്മൾ ഇന്നലെ ഉണ്ടാക്കി വെച്ച ബീഫ് ബിരിയാണി കേട്ടോ. ഈ തലേ ദിവസം ഉണ്ടാക്കി വെച്ച ബീഫ് ബിരിയാണിക്ക് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. പിന്നെ രേണു വെജാണ് നേരത്തെ പറഞ്ഞ പോലെ. ഇപ്പോൾ രേണുവിന് ജീര റൈസും പിന്നെ മട്ടർ പനീറുമാണ്. പിന്നെ ഇത് ഞാൻ ഉണ്ടാക്കിയ ഒരു ഡെസേർട്ടാണ്. ബിസ്കോഫും പിന്നെ കോക്കനട്ട് ക്രീമും പിന്നെ പാഷൻ ഫ്രൂട്ട് മാംഗോ എല്ലാം കൂടെയുള്ളൊരു നല്ലൊരു ഡെസേർട്ടാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ക്രിസ്മസ് ഷോപ്പിങ്ങും അതിൻ്റെ ഫുഡിൻ്റെ വിശേഷങ്ങളൊക്കെ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ.